നെക്സ്റ്റ് നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലത്തെ കാർഡ്സ് തന്നെ കസ്റ്റമർ ഡീറ്റെയിൽ പേജിൽ ആഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ വാല്യൂസ് വേറെയാണ്. ഇവിടെ വാല്യൂസ് എന്താ, ടോട്ടൽ കസ്റ്റമേഴ്സും അതുപോലെ ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ ആണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പം സെയിം ഫോർമാറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മള് ഡാഷ്ബോർഡിലാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് എന്താ അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ? കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ടോട്ടൽ കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തേല്. എങ്ങനെയാ, ആ കാർഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഫീൽഡ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. വേറെ നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, സെയിം പാറ്റേൺ ആണെങ്കിൽ. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്, ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ ആണ്. പക്ഷെ നമ്മളിവിടെ ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കണേ നോക്കാം. സെയിം മെഷർ ടേബിളില് ന്യൂ മെഷർ എടുക്കുക. മെഷറിന്റെ പേരെന്താ, ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ. ഓക്കെ, നെക്സ്റ്റ് ഈക്വൽസ് ടു ഇടാ. നമുക്ക് എങ്ങനെ ആവറേജ് റവന്യൂ പെർ കസ്റ്റമറിനെ എങ്ങനെ കാണാൻ പറ്റാം? അതായത് റവന്യൂ ഡിവൈഡഡ് ബൈ കസ്റ്റമർ അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഡിവൈഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക. ദെൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ എന്താ, ടോട്ടൽ കസ്റ്റമർ അല്ലേ. ഓക്കെ, ടോട്ടൽ കസ്റ്റമേഴ്സ്. അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇപ്പൊ ആവറേജ് റവന്യൂ പെർ കസ്റ്റമറിനെ കാണണമെങ്കിൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നമുക്കത് കണ്ടുപിടിച്ചൂടെ. ദെൻ എൻ്റർ കൊടുക്കുക. ഇപ്പോഴെന്താ, ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ വന്നു. അപ്പം ഈ കാർഡ് സെലക്ട് ചെയ്യുക, ഫീൽഡ്സ് മാറ്റി കൊടുക്കുക. ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ടും സെറ്റ് ആയില്ലേ. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കണ്ടോ, ആവറേജ് റവന്യൂ പെർ കസ്റ്റമറിന് പകരം അവരിതില് റവന്യൂ പെർ കസ്റ്റമറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ കസ്റ്റമേഴ്സിന് വരെ യൂണീക് കസ്റ്റമേഴ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ, ഫീൽഡ്സിൽ ചെന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാർഡ് ആദ്യം സെലക്ട് ചെയ്യുക. ഉണ്ടോ, ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇവിടെയും ചേഞ്ച് ആവും. ഓക്കെ, അപ്പം കാർഡ്സ് യൂസ് ചെയ്യണത് നമ്മൾ വിഷ്വലൈസേഷൻ ടൂൾസിൽ നിന്ന് കാർഡ് ആദ്യം എടുക്കുക. ദെൻ നമ്മളുടെ ഇവിടെ നിന്ന് മെഷർ ടേബിളിൽ നിന്ന് ഒരു മെഷർ വാല്യൂ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുമ്പം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഒറ്റ വാല്യൂവിന്റെ മാത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ വാല്യൂസിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് കാർഡ്സിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഒറ്റ വാല്യൂസ്, സിംഗിൾ വാല്യൂ ആണ് നമുക്ക് അറ്റ് എ ടൈം കാണാൻ പറ്റുള്ളൂ കാർഡ്സിൽ. ഓക്കെ,